ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ നാട്ടിലെത്തി. വിദേശത്ത് ഒളിവിലായിരുന്നു ബാബു കുടുക്കിൽ. താമരശ്ശേരി പഞ്ചായത്തിലെ 11-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി ബാബു നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. ബാബുവിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച മുസ്ലിം ലീഗ് നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. അനീസ് അലി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അനീസ്, എപ്പോഴാണ് ബാബു നാട്ടിലെത്തിയത്? ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണോ നീക്കം? ബാബു കുടുക്കിലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പോലീസ് ഉന്നയിക്കുന്നത്. നേരത്തെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന ബാബു കുടുക്കിൽ നേരത്തെ ജാമ്യത്തിന് ശ്രമിച്ചിരുന്ന സമയത്ത് പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞത് ഇദ്ദേഹം ക്രിമിനലാണ്, ഒരു നിലക്കും ജാമ്യം നൽകരുത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. സമരത്തിൽ നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ഉന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ താമരശ്ശേരി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ബാബു കുടുക്കിൽ, സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതിന് തൊട്ടുടനെ പിന്നെ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരായ അന്വേഷണം ഊർജിതമായി തുടരുന്ന പോലീസ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ സഹായിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകനെ ചോദ്യം ചെയ്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായും അവരോട് പോലീസ് ചോദിച്ചൊരു കാര്യം ബാബു കുടുക്കിൽ എവിടെയാണ് എന്ന കാര്യമാണ്. എന്തായാലും ഹാഫിസ് റഹ്മാനാണ് ഇന്നലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചത്. അദ്ദേഹത്തോട് പോലീസ് പ്രധാനമായും ചോദിച്ചത് ഹാഫിസ് റഹ്മാൻ എന്തുകൊണ്ടാണ് ഈ ബാബു കുടുക്കിലിനെ സഹായിച്ചത്, അല്ലെ ബാബു കുടുക്കിൽ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ആവശ്യമായ കാര്യങ്ങളാണ് ചോദിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ ബാബു കുടുക്കിലിനായ തെരച്ചിൽ ഊർജിതമായി പോലീസ് നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹം എവിടെയാണ് എന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. അദ്ദേഹം വിദേശത്തായിരുന്നു എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ വിദേശത്ത് നിന്ന് എത്തിയതിനു ശേഷം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് താൻ ജനകീയ സമരത്തിലാണ് പങ്കെടുത്തത്, തന്നെ ഈ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്, ജനാധിപത്യ രീതിയിലുള്ള ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ താൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരസമിതി ചെയർമാൻ എന്ന നിലയിൽ താൻ ഇവിടെ നിന്ന് വിജയിക്കും, ജനങ്ങൾ തന്നോടൊപ്പമാണ്, ജനങ്ങൾക്ക് തന്നെ അറിയാം, തന്നെ ഭീകരവൽക്കരിക്കാനും ഭീകരവാദിയായി ചിത്രീകരിക്കാനും ദേശവിരുദ്ധനായി ചിത്രീകരിക്കാനും ഒക്കെയുള്ള പോലീസിന്റെ ശ്രമങ്ങളെല്ലാം പൊളിയുന്ന റിസൾട്ടാണ് പുറത്തു വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ പോലീസ് പണിപ്പെടുന്നത്. വലിയ പരിശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെ കൊലപാതകികളെ പോലെ, ഭീകരവാദികളെ പോലീസ് പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ നമ്മോട് പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പോലീസിന് പിടികൊടുക്കാതെയാണ് അത്രയും കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പോലീസ് അദ്ദേഹത്തെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്.